AISF, AIYF പ്രവർത്തകർ നൈറ്റ് മാർച്ച് നടത്തി. പ്രകടനം നടത്തിയ പ്രവർത്തകർ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു നൈറ്റ് മാർച്ച്. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് AISF, AIYF പ്രവർത്തകർ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രകടനത്തിനെത്തിയ പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടന്ന് കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥയുണ്ടാക്കി. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. AISF സംസ്ഥാന സെക്രട്ടറി A. അധിൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. AIYFും AISFും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ജീവൻ കൊടുത്തും അവരെ സംരക്ഷിക്കുവാൻ ഡൽഹിയുടെ വിരിമാറിൽ നിൽക്കുമ്പോഴാണ് ഈ രാജ്യത്തിന്റെ സമര പോരാട്ടത്തിൽ ആർക്കും പ്രതിഷേധിക്കുവാൻ അവകാശമുണ്ടെന്ന് ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്ത ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് ഒരു തരത്തിലും ഒരു ജനാധിപത്യ സമരവും നടത്തുവാൻ അനുവദിക്കില്ലെന്ന് ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ചു പറഞ്ഞതിന്റെ ഭാഗമായി ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ, അവർക്ക് കരുത്തായി നിൽക്കുന്ന രക്ഷകർത്താക്കളെ അടിച്ച് നശിപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരി വെന്റിലേറ്ററിലാണ്. ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ആ പെൺകുട്ടി മരിച്ചു എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. എന്താണ് സത്യമെന്ന് പോലും അറിയാൻ സാധിക്കാത്ത തരത്തിൽ ഈ രാജ്യത്തെ ഡൽഹിയുടെ പെരുമാറിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്റർനെറ്റ് ഉൾപ്പെടെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ രക്തദൂഷിതമായ സമരങ്ങൾക്ക് കേരളത്തിലെ AISFും AIYFും ഇറങ്ങിത്തിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ രാജ്യത്തെ ഓരോ പൗരനെയും സംരക്ഷിക്കേണ്ട ഗവൺമെന്റ് ഏതൊക്കെ തരത്തിൽ അവരെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്കൊന്നേ പറയുവാനുള്ളൂ. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ലാടം വെച്ച ബൂട്ടിട്ടവർ വന്നിട്ട് ഞങ്ങൾ പേടിച്ചിട്ടില്ല. അങ്ങ് ഡൽഹിയിലെ പോലീസുകാര് കാണിക്കുന്ന കണ്ട് കേരളത്തിലെ ഏതെങ്കിലും അണ്ണന്മാർക്ക് അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നാലായി മടക്കി കൈവച്ചേക്കണം. ഇത് വരും ദിവസങ്ങളിലും ശക്തമായ സമരമായി മാറും. AIYF ജില്ലാ സെക്രട്ടറി TS നിതീഷ് അധ്യക്ഷത വഹിച്ചു. AISF ജില്ലാ സെക്രട്ടറി ജോബിൻ ജേക്കബ് സ്വാഗതം പറഞ്ഞു. നേതാക്കളായ വിനീത വിൻസെന്റ്, GS ശ്രീലക്ഷ്മി, ശ്രീജിത്ത് സുദർശനൻ, S സുജിത് കുമാർ, U കണ്ണൻ, പ്രിജി കണ്ണൻ, R ഷംലാൽ, അൻഷാദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.